മുൻ മേയർ ആര്യ രാജേന്ദ്രനെ CPM ഉപേക്ഷിച്ച മട്ടാണല്ലോ സർ. അവരെ എന്താണ് സ്വീകരിച്ചത്? അല്ല, അവർ വലിയ ഉയർത്തി കാണിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, UK നിന്ന് ഒരു അവാർഡ് വാങ്ങിക്കുന്ന മേയർ എന്നൊക്കെ പറഞ്ഞ് CPM കൊട്ടിഘോഷിച്ച് കൊണ്ടുനടന്നതാണ്. ഇതാണ് ശരിക്കും CPM-നെ മനസ്സിലാക്കാനായിട്ട് ആര്യ രാജേന്ദ്രനിലേക്ക് നോക്കിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകൾ ശരിക്കും ഈ ആര്യ രാജേന്ദ്രനിലേക്ക് നോക്കേണ്ട ഒരു വിഷയമാണ്. കാരണം 21 വയസ്സായപ്പോഴാണ് ആര്യ രാജേന്ദ്രനെ പിടിച്ച് മേയറാക്കുന്നത്. അതായത് ഈ ടീനേജ് കഴിഞ്ഞ് അങ്ങോട്ട് 20 വയസ്സ് കഴിഞ്ഞ് 21-ാമത്തെ വയസ്സിൽ യാതൊരുവിധമായ ജീവിതത്തിലെ അനുഭവങ്ങളുമില്ല. വളരെ പരിമിതമായ അനുഭവങ്ങൾ 21 വയസ്സിൽ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികൾക്ക് അസാമാന്യ പ്രതിഭകളുണ്ടാവും. അത്തരത്തിൽ ഒരു പ്രതിഭയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ മെച്ചപ്പെട്ടൊരു ഭരണം കാഴ്ചവെച്ചെന്നിരിക്കും. അത് CPM-ൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന് വളരെ ഉദാത്തമായ ചില ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അതിൻ്റെ ഒരു വെയിലേറ്റ് തങ്ങൾക്കും അതുണ്ടെന്ന് അവകാശപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പുരോഗമന ഭാവം മുഖം നിലനിർത്തുക എന്നുള്ളതാണ് CPM-ൻ്റെ എപ്പോഴും ഉള്ളൊരു നിലപാടെന്ന് പറഞ്ഞാൽ. അതിൻ്റെ നേർ വിപരീതമായിരിക്കും അവർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ 21-ാമത്തെ വയസ്സിൽ ഒരു യുവതിയെ പിടിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറാക്കുന്നു. അപ്പോൾ നോക്കൂ എന്താണ് അതിൻ്റെ ഒരു കിട്ടുന്ന മഹിമ. CPM-നെ കണ്ടില്ല ഏറ്റവും പുരോഗമനപരമായ ഒരു സമീപനം, സ്ത്രീ യുവത്വം അല്ലേ, അതായത് സ്ത്രീകൾ കൊടുക്കുന്ന പ്രാതിനിധ്യം, അതോടൊപ്പം യുവത്വത്തിനോടുള്ള പാർട്ടിയുടെ ആഭിമുഖ്യം, ഇതെല്ലാം കാണിച്ചിട്ടാണ് ആര്യ രാജേന്ദ്രനെ ഒരു മുമ്പിലേക്ക് വെച്ചത്. എന്നിട്ട് ഈ ആര്യ രാജേന്ദ്രനെ CPM ഈ കഴിഞ്ഞ 5 വർഷവും ശരിക്കും പറഞ്ഞാൽ ചൂഷണം ചെയ്യുകയായിരുന്നു. അവരെ ഉപയോഗിച്ചുകൊണ്ട് അവരവിടെ വെറുതെ അവിടെ ഇരുത്തുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാ ഭരണവും പാർട്ടി നേതൃത്വം ശരിക്കും ജില്ലാ നേതൃത്വം തന്നെ ചെയ്യുകയായിരുന്നു. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ ഒരു വിക്ടിമാണ്. ആ വിക്ടിം എന്നുള്ള ഒരു അവസ്ഥയിൽ അവരിങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അവരുടെ അനുഭവങ്ങളും അവർക്കും പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, കുറച്ചുകൂടെ അനുഭവങ്ങൾ വരുന്നു. ഈ പിന്നെ ഒരു നഗരസഭയുടെ ചെയർപേഴ്സണായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ മേയറായിട്ടിരിക്കുമ്പം ഒരുപാട് അനുഭവങ്ങൾ വരുന്നു. ആ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നു, കൂടുതൽ മുതിർന്നവരായിട്ട് ഇടപെടേണ്ടി വരുന്നു, പല വിഷയങ്ങൾ ഇടപെടേണ്ടി വരും. അപ്പോൾ അവർക്കും സ്വാഭാവികമായിട്ട് ചില ചിന്തകളും അതോടൊപ്പം തന്നെ അനുഭവങ്ങളും ഒക്കെ അവരെയും കൂടെ ഉയർത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് അവർ ചില കാര്യങ്ങൾ തിരിച്ചറിയാമെന്നുള്ളത്. അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് താൻ ഈ മനഃപൂർവ്വം ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അവർ അറിയും. തന്നെ ഒരു വിക്ടിമാക്കിക്കൊണ്ടിരിക്കും, തന്നെ വെറും ഒരു പാവയാക്കി മേയറുടെ കസേരയിലിരുത്തി CPM തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുകയാണ് എന്നുള്ളൊരു റിയലൈസേഷനിലേക്ക് യുവതി പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് വരുമ്പോൾ സ്വയം ഒരു അവമതിപ്പുണ്ടാവും, സ്വയം ഒരു വെറുപ്പുണ്ടാവും. തന്നെ ഇങ്ങനെ വെറും ഒരു പാവയെപ്പോലൊരു സീറ്റിലിരുത്തിയിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ പേരിൽ ചൂഷണം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട്. ഈ നെഗറ്റീവ് ഇമോഷൻസാണ് ഈ ആര്യ രാജേന്ദ്രൻ്റെ പബ്ലിക്കിനടുത്തുള്ള പെരുമാറ്റങ്ങളിൽ വളരെ ആരഗൻ്റോടുകൂടി പെരുമാറാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം. അത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അത് കുറച്ച് കഴിയുമ്പോൾ ഇവരിത് അറിയത്തില്ല, ഇവരിത് അറിയണമെന്നില്ല. ഇവർക്ക് ഈ പറഞ്ഞതുപോലെ ഈ സ്വയം തോന്നുന്ന ഒരു അവമതിപ്പിൽ നിന്നാണ് തൻ്റെ ഈ ആങ്കറും തൻ്റെ ഈ ഒരു ധാർഷ്ട്യത്തിൻ്റെ സ്വഭാവവും ഒക്കെ വരുന്നത് എന്നുള്ളത് ഈ ആര്യ രാജേന്ദ്രൻ അറിയുന്നുണ്ടാവുന്നില്ല. മാത്രമല്ല ഈ പാർട്ടിയുടെ പൊതു സ്വഭാവം അതാണ് താനും. പാർട്ടിയിൽ സ്ത്രീ എന്നുള്ള പരിഗണനയില്ല. അതുകൊണ്ടാണ് സഖാവ് എന്നുള്ള പ്രയോഗം തന്നെയാണ് സ്ത്രീകളെയും വിളിക്കാൻ ഉപയോഗിക്കുന്നത്, സഖിയല്ല. അപ്പോൾ CPM ആണുങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു CPM-ൽ ഒരു വനിത പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല കുറ്റവാസനയുള്ള ഒരു അക്രമോത്സുകനായ ഒരു ആണിൻ്റെ കണക്ക് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു CPM സഖാവായി എന്താ പറയുക ഗ്രാജുവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഗ്രാജുവേഷൻ പ്രോസസ്സിലൂടെയാണ് ഈ ആര്യ രാജേന്ദ്രന് കടന്നു. അതുകൊണ്ടാണ് അവരുടെ പെരുമാറ്റത്തിൽ ഈ ആരഗൻസ് വരുന്നു. അതേപോലെ തന്നെ അവരുടെ ചില നടപടികളിൽ ചില മറുപടികളിൽ ഒക്കെ ഈ സംഗതി വരുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അപ്പോൾ ഇവർ തന്നെ അറിയുന്നില്ല എന്തുകൊണ്ടാണ്. കാരണം ഇവരിലൂടെ പ്രകടമാകുന്നത് ഈ പറഞ്ഞ തന്നിലെ സ്ത്രീയെ അടിച്ചമർത്തിയിട്ട് വേണം ഒരു ആണിൻ്റെ സ്വഭാവം പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ. ഇപ്പോൾ CPM വനിതാ നേതാക്കളെ എടുത്ത് നോക്കിയാൽ മതി, എല്ലാം ഈ ആണുങ്ങളുടെ കണക്കാണ് അവർ സംസാരിക്കുന്നത്, ആൺ സഖാക്കന്മാരുടെ കണക്കാണ് സംസാരിക്കുക. കാരണം CPM-ൽ ആ ഒരു വനിത എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ ആര്യ രാജേന്ദ്രൻ ഒരു ധാർഷ്ട്യമുള്ള ഒരു മേയർ, ധാർഷ്ട്യമുള്ളൊരു സ്ത്രീ എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത്. അതിനുശേഷം അവരുടെ വിവാഹം വരുന്നു.
അത് സജിദേവ് MLA ആണ്. അപ്പോൾ പിന്നെ ഈ അധികാരവും കൂടെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരവസ്ഥയുണ്ട്. അക്രമോത്സുകനായ ഒരാണിൻ്റെ പക്കലിലേക്ക് അധികാരവും കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഈ ആര്യരാജേന്ദ്രൻ എന്നുള്ള യുവതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായ ഒരു രസതന്ത്രത്തിൻ്റെ പ്രതിഫലനമാണ് ഈ ആര്യരാജേന്ദ്രൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് സംബന്ധിച്ചിട്ടൊരു ലിസ്റ്റ് തയ്യാറാക്കിയപ്പോഴത്തേക്ക് ഇവരെ ഇനി ആരെങ്കിലും നിയമിക്കാനുണ്ടോ, അതല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് കൊടുത്തയച്ചിരിക്കുന്ന ഒരു ലിസ്റ്റുണ്ട്, അതല്ലെങ്കിൽ അല്ല ഈ താൽക്കാലിക ജീവനക്കാരുടെ ലിസ്റ്റ് അതിൻ്റെ അപ്രൂവലിനായിട്ട് ജില്ലാ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇല്ലേ? ആൾക്കാരുടെ പേര് വിവരങ്ങളൊക്കെ തിരക്കിയിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു താൽക്കാലിക ജീവനക്കാരെ പോലും പാർട്ടി സെക്രട്ടറി ആയിട്ട് ജില്ലാ സെക്രട്ടറി, അതെ, അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥയിലിരിക്കുന്ന ഒരു മേയറുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. അപ്പോൾ അത്ര പോലും ഒരു താൽക്കാലിക ജീവനക്കാരനെ പോലും നിയമിക്കുന്നതിന് അധികാരമില്ലാത്ത ഒരു മേയറുടെ കസേരയിരുന്ന ഒരു ചെറുപ്പക്കാരിയായ ഒരു യുവതി, ചെറുപ്പമാണ് അവർ, അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു യുവതിയെ CPM കഴിഞ്ഞ 5 വർഷം അവരുടെ താല്പര്യത്തിന്, അവരുടെ താളത്തിനൊത്ത് തുള്ളിച്ചിട്ട് അവരെ അവസാനം അനഭിമതയാക്കി പുറത്തേക്ക് വിടും. അവർ എവിടെയെങ്കിലും ഈ പറഞ്ഞതുപോലെ അവരുടെ പെരുമാറ്റത്തിൽ മോശമുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ജില്ലാ നേതൃത്വം വിളിച്ചു പറയണമായിരുന്നു, നിങ്ങൾ ഇങ്ങനെയല്ലേ പെരുമാറേണ്ടത്, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അവിടെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു VV രാജേഷ്, ഇപ്പോഴത്തെ മേയറുടെ ഒരു പോസ്റ്റ് കാണുകയുണ്ടായി. ഒരു നിലവിളക്ക് വാടകയ്ക്ക് എടുക്കുന്നതിൻ്റെ 6000 രൂപ അത്ര ഒരു നിലവിളക്ക് വാടകയ്ക്ക് എടുക്കുന്നതിന്. ഒരു നിലവിളക്കിന് അത് വാങ്ങണമെങ്കിൽ 10,000 രൂപയുള്ളൂ. അപ്പോൾ 6000 രൂപയ്ക്ക് അപ്പോൾ ഒരു മാസം എത്ര ചടങ്ങുകളുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കുക. ഒരു ദിവസം തന്നെ ഇപ്പോൾ എത്ര ചടങ്ങുകളുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കുക. ഒരു ദിവസത്തേക്ക് 6000 രൂപയാണെങ്കിൽ എത്ര തവണ എടുത്തിട്ടുണ്ടാവും? ഒരു മാസം തന്നെ എത്ര തവണ എടുത്തിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ 500 രൂപയാണ് അതിൻ്റെ യഥാർത്ഥ വാടക എന്നാണ് ഇപ്പോഴത്തെ മേയറുടെ ഒരു പോസ്റ്റ് കാണുന്നത്. അപ്പോൾ ഇതൊന്നും ഇവരറിഞ്ഞിട്ട് നടക്കുന്ന സംഗതിയല്ല. ഇതിനകത്ത് ഈ 6000 രൂപയുടെ 5500 രൂപ ആര്യരാജേന്ദ്രൻ്റെ പോക്കറ്റിലേക്ക് ആയിരിക്കില്ല പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട്, ഈ വൃത്തികേടുകളും എല്ലാം കണ്ടുകൊണ്ടാണ് ഈ യുവതി 21 വയസ്സിൽ ഈ കസേരയിരുന്ന് അവർ 24, 23, 24, 25 വയസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറുപ്പത്തിൻ്റെ ഒരു വർഷം ഉണ്ടാവും. പിന്നെ സ്ത്രീകളിലുള്ള തന്നെ സ്വതസിദ്ധമായിട്ടുള്ള വൃത്തികേടുകൾ കാണുമ്പോൾ അവർക്ക് അതിനോടുള്ള പ്രതികരിക്കാതിരിക്കാനും വയ്യ, പ്രതികരിക്കാനും പറ്റാത്തൊരവസ്ഥ. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് അവരിൽ ഈ ധാർഷ്ട്യത്തെ ക്രിയേറ്റ് ചെയ്യുക. അവരൊരു ശരിക്കൊരു വിക്ടിമാണ്. എന്നിട്ടിപ്പോൾ CPM അവരെ എടുത്ത് അല്ലേ കളഞ്ഞു എന്നുള്ള കറിവേപ്പില പോലെ. സിന്ധു ജോയി ആയിരുന്നു ആദ്യത്തെ. ഇത് നികൃഷ്ടമായ രീതിയിൽ എടുത്ത് കളഞ്ഞിരിക്കുകയാണ് ചെയ്യിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ആര്യരാജേന്ദ്രനെ കൂട്ടിക്കഴിഞ്ഞാൽ 10 വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുറയുമെന്നുള്ള തിരിച്ചറിവാണ് ആര്യരാജേന്ദ്രനെ വെറും ഒരു കാഴ്ചക്കാരിയാക്കിയിട്ട് ഈ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ യോഗത്തിൽ തിരുവനന്തപുരത്ത് നേമത്ത് വെച്ച്, എവിടെയാണ്? പൂജപ്പുര വെച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സംസാരിക്കുന്ന 1.5 മണിക്കൂർ പ്രസംഗം ആര്യരാജേന്ദ്രൻ പുറത്ത് ദൂരെ നിന്ന് കേട്ടിട്ട് മടങ്ങിപ്പോയി, അല്ലേ? അവിടുത്തെ ഒരൊറ്റ നേതാവ് പോലും വിളിച്ച് സ്റ്റേജിലേക്ക് ഇരുത്താനോ അതല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് കൊണ്ടിരുത്താനോ പോലെയുള്ള ഒരു ഔദാര്യം അവരുടെ അടുത്ത് കാണിച്ചില്ല. 5 വർഷം ആ സ്ത്രീയെ പലരും നമ്മളതിനെ കാണുന്നത് ആര്യരാജേന്ദ്രൻ എന്ന് വെച്ചാൽ ധാർഷ്ട്യമുള്ള സ്ത്രീയാണെന്നുള്ളതാണ്. പക്ഷെ അവരെ ഉപയോഗിക്കുകയായിരുന്നു, അവരെ വിക്ടിമാക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും കൃത്യമായ ഒരു ഉദാഹരണമാണ് കണ്ടത്. വെറും ഒരു കാഴ്ചക്കാരിയെ പോലെ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മേയറായിട്ടിരുന്നിട്ട് കഴിഞ്ഞ 5 വർഷം തന്നെ അവർ ഈ കോർപ്പറേഷനിലെ പാർട്ടി നേതൃത്വവും പാർട്ടി നേതൃത്വം പൊതുവെയും തന്നെ ഉപയോഗിച്ചിട്ട് തന്നെ ഈ രീതിയിലേക്ക് ഒരു കാഴ്ചക്കാരിയായിട്ട് പോലും അംഗീകരിക്കാൻ തയ്യാറാകാത്തൊരു പാർട്ടി എന്ന് ആലോചിച്ചുകൊണ്ട് ആര്യരാജേന്ദ്രൻ ആ പൂജപ്പുരയിലെ മീറ്റിങ്ങിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ചു, അല്ലേ? അവർ മനുഷ്യരാണല്ലോ. നമ്മൾ ഈ മനുഷ്യാവകാശത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമല്ലോ. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് CPM ഒക്കെയാണ്. അപ്പോൾ ഈ ആര്യരാജേന്ദ്രൻ്റെ മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക സാർ. പക്ഷേ നേരിട്ട് തന്നെ അഴിമതി നടത്തിയ ഒരാൾ എന്നുള്ള ഒരു പേരൂടെ ഉണ്ട്. കാരണം ഈ നടക്കാത്ത പൊങ്കാലയ്ക്ക് ശുചീകരണം നടത്തിയതിന് തൊഴിലാളികൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങളുടെ ബില്ല് എഴുതി പൈസ വസൂലാക്കുന്നു. വലിയ ഗുരുതരമായ ആരോപണമല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിലൊക്കെ നിന്ന ഒരാൾ ഇതുപോലെ സഹതാപം അർഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, ഈ ലക്ഷക്കണക്കിന് റുപ്യ അത് ആര്യരാജേന്ദ്രൻ്റെ കയ്യിലേക്കാണോ പോയെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പില്ല. പക്ഷേ എന്തായാലും നടന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ പറയുന്നത് ഒരു താൽക്കാലിക ജീവനക്കാരെ നിയന്ത്രിക്കാൻ പോലും അധികാരമില്ലാത്ത
ഒരു മേയർക്ക് ഇത്തരത്തിലുള്ളൊരു ബില്ലെഴുതി വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ CPM അറിവില്ലാതെ, പാർട്ടിയുടെ അറിവില്ലാതെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇല്ലേ? പാർട്ടിയുടെ അറിവെന്ന് വെച്ചാൽ ഒന്നുകിൽ പാർട്ടിയായിട്ട് ഷെയർ ചെയ്യണം, അതല്ലെങ്കിൽ പാർട്ടി ഈ പദ്ധതി നടപ്പിലാക്കിയിട്ട് ഒരു ചെറിയ അംശം ചിലപ്പോൾ ഒരു ആര്യരാജേന്ദ്രന് കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ CPM ഇതൊന്നും അറിയാതിരിക്കുമെന്ന്? 6000 രൂപയുടെ നിലവിളക്ക് വാടകയ്ക്ക് എടുക്കുന്നത് CPM അറിവില്ലാതെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ കേരളത്തിലെ പോലീസിൻ്റെ ഇൻ്റലിജൻസിനേക്കാൾ ഗംഭീരമായ ഇൻ്റലിജൻസ് സംവിധാനമാണ് CPM അല്ലേ? ഒരു കരിയിലെ ആണെങ്കിൽ അറിയും. ഇപ്പോൾ കണ്ണൂർ നിങ്ങൾ പാർട്ടി ഗ്രാമത്തിൽ നിങ്ങളൊരു വീട്ടിൽ പരിചയമില്ലാത്തൊരു വ്യക്തി ഒരു വീട്ടിൽ ഗസ്റ്റായിട്ട് ചെല്ലുന്നത് പോലും വിത്തിൻ സെക്കൻഡ്സ് അവിടെ പാർട്ടിക്കാരെത്തിയിരിക്കും. ആ വീട്ടിൽ ആരാണ്, നിങ്ങളൊന്ന് ചോദ്യം ചെയ്യും, നിങ്ങൾ എവിടുന്നാണ് വന്നത്, എന്തിനാണ് വന്നത്, സകല കാര്യങ്ങളും അന്വേഷിച്ചിട്ടേ പോളൂ വരും. അപ്പോൾ ഈ രീതിയിലാണ് പാർട്ടിയുടെ പ്രവർത്തനം. അതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എനിക്ക് അവരോട് വളരെയധികം സഹതാപമേ ഉള്ളൂ. കാര്യം അവർ വളരെ ഈ 21 വയസ്സിൽ കളിച്ച് അവരുടെ ഈ എന്താ പറയുക, യൗവനത്തിൻ്റെ ആരംഭം പോലും അവർക്ക് ആസ്വദിക്കാൻ പറ്റാതായിപ്പോയി. ഈ 21-25 വയസ്സ് വരെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടത്തില്ല, അല്ലേ? അവർക്ക് അധികാരവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുള്ള സത്യം. പക്ഷെ അതല്ലാതെ യാതൊരു വിധമായിട്ടുള്ള ഒരു മേയർ എന്ന നിലയിൽ അധികാരം അവർക്ക് സ്വന്തം നിലയിൽ അവർക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഉദാഹരണത്തിന് ഒടുവിൽ ആ കേസ് എന്തായി? ഈ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കണോ, എങ്ങനെയാണ് നിയമിക്കേണ്ടതെന്നല്ലേ, ഇത്രയും പേരെയാണോ നിയമിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ജില്ലാ സെക്രട്ടറി എഴുതിയ കത്ത്, സഖാവെന്ന് പറഞ്ഞ് എഴുതിയ കത്ത്, ഇത് അവസാനം വ്യാജമായിട്ട് എഴുതിയാണെന്നൊരു സംശയം ഒരു പുകമറ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ പേരിൽ അന്വേഷണം ഏർപ്പാടാക്കി, പോലീസ് അന്വേഷണം, അല്ലേ? ആ പോലീസ് അന്വേഷണം അവിടം വരെ എത്തി. അതിൻ്റെ ഫലം വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല, വരില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആ നെഗറ്റിവിറ്റി, ആ സ്വയം അവജ്ഞ തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഷമുണ്ടല്ലോ, ഈ രോഷമൊക്കെയാണ് അന്ന് പാവപ്പെട്ട ഒരു KSRTC ഡ്രൈവറുടെ മുമ്പിലേക്ക് ഈ അധികാരം ഉപയോഗിക്കാനുള്ള ഈ നെഗറ്റീവ് ഇമോഷൻസ് വരുന്ന സമയത്ത് എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ പറ്റത്തില്ല, വിശേഷം അധികാരം കൂടെ ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ആ ബസ്സിൻ്റെ ഫ്രണ്ടിലേക്ക് കയറി വന്നിട്ട് തടഞ്ഞു നിർത്തി അയാൾ മോശപ്പെട്ട രീതിയിൽ ലൈംഗികമായിട്ട് തന്നെ ചേഷ്ട കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ CPM ആര്യ രാജേന്ദ്രനെ ചൂഷണം ചെയ്തിട്ട് അവസാനം ഇപ്പം കറിവേപ്പില എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരിയുടെ സ്റ്റാറ്റസ് ഉണ്ടാവുമെന്ന് തോന്നുന്നു, അല്ലേ? കറിവേപ്പില അംഗീകരിക്കുന്നതുകൊണ്ടാണ്, ഉപയോഗം ഇല്ലാത്തതുകൊണ്ടാണ്. ഇതതുമല്ല, അതിനേക്കാൾ അവസ്ഥയിൽ ഒരുമാതിരി ചണ്ടി എടുത്തെറിയുന്നത് പോലെയാണ് ഇപ്പോൾ ഈ ആര്യ രാജേന്ദ്രനെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണെന്ന് ഓർക്കണം, അല്ലേ? അപ്പോൾ അവരോട് ഈ പാർട്ടി ഈ സമീപനം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവരോട് ആര്യ രാജേന്ദ്രനോട് എനിക്ക് പൂർണ്ണമായിട്ട് സഹതാപമേ ഉള്ളൂ. ഇത് ഈ പറഞ്ഞതുപോലെ അവരുടെ യൗവനത്തിൻ്റെ ഏറ്റവും നല്ല നാളുകൾ പാർട്ടി അപഹരിക്കുകയും അവസാനം എടുത്ത് അവരുടെ കാര്യമെല്ലാം സാധിക്കുകയും അവരുടെ അഴിമതികളെല്ലാം നടത്തുകയും ഒക്കെ ചെയ്ത് ഒരു കോർപ്പറേഷൻ്റെ ഭരണത്തെയും കുട്ടിച്ചോറാക്കി. അല്ല, ആര്യക്കുണ്ടായ ഏറ്റവും വലിയ ഇപ്പം UDF ആണ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ CPM-നകത്ത് പറഞ്ഞു നിൽക്കാമായിരുന്നു ആര്യക്ക്. പക്ഷെ BJP ആണ് അവിടെ വന്നത്. അതാ ഞാൻ പറഞ്ഞത്, BJP-യുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തെ CPM ആണ്. അത് ആര്യയാണെന്നുള്ളതാണ് ആര്യയുടെ പേരിലുള്ള ഇപ്പൊ അത് ആര്യയുടെ പേരിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, ഇല്ലേ? അവിടെയാണ് ഇതിനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ഒരു വിക്ടിമാണ്, പാർട്ടി വിക്ടിമാണ്, പാർട്ടികളുടെ സ്ത്രീകളോടുള്ള സമീപനത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. പാർട്ടി എങ്ങനെയാണ് ഈ ചില കാര്യങ്ങളൊക്കെ പുരോഗമനത്തിൻ്റെ മുഖം പുറത്ത് സൃഷ്ടിക്കാൻ വേണ്ടി എങ്ങനെ മറ്റുള്ളവരെ പാർട്ടി അംഗങ്ങളെ തന്നെ ചൂഷണം ചെയ്യാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആര്യ രാജേന്ദ്രൻ എന്ന പാർട്ടി ഇര.